നമസ്കാരം. ഭരതനാട്യം എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇതൊരു റിവ്യൂ അല്ല, ഇതൊരു മൂവി സജഷനായിട്ട് കരുതിയാൽ മതി. OTT പ്ലാറ്റ്ഫോമിൽ സിനിമ റിലീസായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ ലളിതമായ നല്ലൊരു കുടുംബ ചിത്രം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. എല്ലാ കഥാപാത്രങ്ങളും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി സബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഭരതൻ, ആ കുടുംബത്തിൻ്റെ ഗൃഹനാഥൻ സായികുമാർ ഭരതൻ, അദ്ദേഹത്തിൻ്റെ ബേസ് ചെയ്താണ് ഈ കഥ പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഭയങ്കര മുരടനാണ്, എല്ലാവർക്കും അദ്ദേഹത്തിന് ഭയങ്കര പേടിയൊക്കെയാണ് സംസാരിക്കാനൊക്കെ ആയിട്ട്. അപ്പം ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രോക്ക് വന്നിട്ട് കിടപ്പിലായി പോവുകയാണ്, ഒരു സൈഡ് തളർന്നു പോകുന്നു. ഡോക്ടർ പറയുകയാണ് ഇനി അദ്ദേഹത്തിന് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഹൃദയത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്, അപ്പോൾ ബന്ധുക്കളെയൊക്കെ അറിയിച്ചോളൂ, കാണേണ്ടവരെ കൊണ്ട് കാണിച്ചോളൂ എന്നൊക്കെ പറയുന്നു. അത് ഇനി അധികകാലം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് സായികുമാറും മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മകനെ വിളിച്ചിട്ട് സായികുമാർ ഒരു രഹസ്യം പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ബോംബ് പൊട്ടിക്കുകയാണ്. അതിനുശേഷം ആ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് വളരെ രസകരമായ രീതിയിൽ സിനിമ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സായികുമാറിൻ്റെ കഥാപാത്രം അതുവരെ ഉണ്ടായിരുന്നതും അത് റിവീലായതിനു ശേഷം ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം മൊത്തത്തിൽ മാറുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫീൽ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളും ഒക്കെ വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. കുടുംബത്തോടൊപ്പം ധൈര്യമായിട്ട് കാണാൻ കഴിയുന്ന ഒരു നല്ലൊരു സിനിമയാണ് ഭരതനാട്യം. OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്, നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷമായിട്ട് കാണാം.